എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ കോർട്ടിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് പെട്ടെന്ന് ഇവൻ്റെ ചെറുപ്പകാലത്തുണ്ടായ കുറേ ഇൻസിഡൻസ് ഇവന് ഓർമ്മ വരികയും അവൻ്റെ ട്രോമ ഒക്കെ അത് കാരണം ട്രിഗർ ആവുകയും ചെയ്യുന്നുണ്ട്. ആ കേസ് അവൻ്റെ ചെറുപ്പകാലമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് അവൻ്റെ പഴയകാല ഓർമ്മകൾ ട്രിഗർ ആവുകയും അവന് നല്ല രീതിയിൽ സ്ട്രെസ്സ് കൂടുകയും ചെയ്യാം. ഓരോ പ്രാവശ്യവും അവൻ്റെ പഴയകാല ഓർമ്മകൾ അവനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവന് പെട്ടെന്ന് തന്നെ സ്ട്രെസ്സ് അധികമാവുകയും അവൻ കോർട്ടിൽ വെച്ച് തന്നെ തലയിറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവിടെയുള്ള ജഡ്ജായാലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും വളരെയധികം പാനിക്കാവുകയും അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് അവനെ നല്ല രീതിയിൽ വിളിച്ച് നോക്കുകയൊക്കെ ചെയ്യാണ്. പക്ഷേ അവൻ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ട്രോമ അവന് ട്രിഗർ ആവുകയും അവന് അധികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്തത് കാരണമാണ് അവനിങ്ങനെ ഒരു തലകറക്കം സംഭവിക്കുന്നത്. അവനെല്ലാവരും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അവൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവനെ വേണ്ട രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ ഈ ട്രോമയൊക്കെ ഓവർകം ചെയ്ത് ഈ കേസ് വാദിച്ച് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു എപ്പിസോഡ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവൻ്റെ പഴയകാല ഓർമ്മകൾ വരുന്ന സമയത്തുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻ ആയാലും അവൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.